ആ ആരൊക്കെ വരുന്നുണ്ടല്ലോ. വിനീതരാണോ? അല്ല, ഇപ്പഴും ഇവിടെ തന്നെ ഉണ്ടോ? ആ ഞാൻ പിന്നെ എവിടെ പോകാനാ, പിന്നെ ഇവിടെ എങ്ങാനും ചുരുണ്ട് കൂടെയല്ലാണ്ടേ. എന്നാ ഞാൻ പോട്ടെ. ആ ആ എന്താ വാസു, നിങ്ങൾ എവിടെ എത്തി? ആ ലക്ഷ്മിക്കുട്ടി, ഒന്നും ഇവിടെ വരൂ. ആരൊക്കെ വന്നത് നോക്കിയാട്ടെ. ആ എല്ലാവരും ഇരിക്കൂ. ആ ഞാനും കുമാരേട്ടൻ ഇപ്പോ നിങ്ങളെ കുറിച്ച് പറഞ്ഞതേ ഉള്ളൂ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം ബാല? അതിപ്പോ നമ്മുടെ നാട്ടിൽ നടക്കുന്ന പിന്നെ അതല്ലേ ഇപ്പോഴത്തെ പ്രധാന ചർച്ച. അതെ മാഷേ, അതുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ മാഷെ കാണാൻ വേണ്ടി വന്നത്. ടീച്ചർ അറിയുന്നില്ലേ? അത് മാത്രല്ല മാഷേ, ഞാൻ ആ വാർത്ത വായിക്കായിരുന്നു. എന്താ ഇപ്പം നമ്മൾ ചെയ്യുക വാസു? സ്വന്തം മക്കൾ തന്നെ തൻ്റെ അമ്മയും അച്ഛയൊക്കെ തല്ലും കുത്തൊക്കെ ചെയ്യാന്ന് പറഞ്ഞ എന്ത് ചെയ്യാനാ മാഷേ, വളർത്തുദോഷം അല്ലാണ്ട് എന്താ പറയുക. ഇന്നലെ നമ്മൾ അയമുട്ടിന്റെ മോൻ കാട്ടിക്കൂട്ടിയതൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ല? ശരിയാ, എന്തോ ഒരു ബാലന്റെ അവകാശത്തിന്റെ ഒരു പ്രത്യേക കമ്മീഷൻ ഉണ്ടല്ലോ. മുഹമ്മദേ, അത് ബാലന്റെ അവകാശമല്ല, അത് ബാലാവകാശ കമ്മീഷനാ. ആ എന്ത് കുന്തെങ്കിലും ആയിക്കോട്ടെ, അങ്ങനെ ഒരു കമ്മീഷൻ ഇല്ലേ അല്ലേ? ആ അതുകൊണ്ടല്ലേ ടീച്ചർ പറഞ്ഞതാ ശരി. നല്ല തല്ലിന് കുറവാ വരും മുഹമ്മദേ. കുഴപ്പം അതൊന്നല്ല, ഇപ്പൊ രക്ഷിതാക്കളിൽ പറഞ്ഞു. അതെ, അത് ബാലൻ പറഞ്ഞു ശരിയാ. അതാണല്ലോ ഇന്നലെ നമ്മളെ സ്കൂളിലെ 2 പെൺകുട്ടികളെ ഡ്രഗ് അടിച്ച് പൂസായിട്ട് തോട്ട് ചാടിയപ്പോൾ ഓലെ പോലീസുകാർ വന്നിട്ടാ തോട്ടിന്ന് കയറ്റിയത്. ഇതിങ്ങനെ വിട്ടാൽ നമ്മളെ മക്കളെ മുഴുവൻ ലഹരി കൊണ്ടുപോകും മാഷേ. അത് നമുക്ക് തടയണം മാഷേ. അതെ മാഷേ, മുഹമ്മദ് പറഞ്ഞ സത്യ. അങ്ങനത്തെ ഒരു ഗതി ഒരു കുട്ടിക്ക് ഇവിടെ വരാൻ പാടില്ല. അതുകൊണ്ട് ഇതിനെന്തെങ്കിലും ഒരു തീരുമാനം നമുക്കുണ്ടാക്കണം. അതെ ലക്ഷ്മി, നീ പറഞ്ഞു നേരാ. ഇതിങ്ങനെ പോയാൽ നമ്മുടെ സമൂഹം പാടെ നശിച്ചു. അതിനൊരു വഴിയേ ഉള്ളൂ, അത് നമ്മുടെ വിദ്യാലയത്തിൽ നിന്ന് തുടങ്ങണം. ലഹരിയെക്കുറിച്ചുള്ള ക്ലാസ്സുകളും ഓരോ പഞ്ചായത്തിലും ഒരു രക്തപരിശോധനാ ക്യാമ്പും നടത്താൻ വേണ്ടി നമ്മൾ സർക്കാരിനോട് ആവശ്യമാണ്. മക്കളെ നല്ല രീതിയിൽ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. അതാ അതെ, അത്തരം ഒരു രക്തപരിശോധനയിൽ ലഹരിയുടെ സാന്നിധ്യം കണ്ടെത്തുന്നവരെ സർക്കാർ ജോലിയിൽ നിന്നും മാറ്റി നിർത്തുന്ന ഒരു നിയമം കൊണ്ടുവരുന്നവർക്ക് നമ്മളിനി വോട്ട് നൽകൂ എന്ന് പറയാനുള്ള ഒരു തൻ്റെ നമുക്കുണ്ടായാൽ മതി. ഇയാള് പറഞ്ഞതാണ് ശരി. അല്ല, ഇതൊക്കെ നടക്കോ മാഷേ? കേട്ടിട്ട് ഇപ്പൊ തന്നെ പേടിയാണ് എന്റെ പടച്ചോനെ. എന്തുകൊണ്ട് നടക്കില്ല? നടത്തണം. നമ്മളെ പോലുള്ള ഭീരുക്കളാണ് ഇത്തരം ഡ്രഗ് മാഫിയക്കാരെ വളർത്തുന്നത്. യെസ്, യു ആർ കറക്റ്റ്. ലഹരിയും കൈക്കൂലിയും തടയപ്പെടേണ്ടത് തന്നെയാണ്. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ മാഷേ. എന്നാ ശരി. ലഹരിയിലലിഞ്ഞു തീരേണ്ടതല്ലീ ബാല്യം, പുതുതലമുറയ്ക്ക് താങ്ങായി വിടരേണ്ടതാണീ ബാല്യം. അതു തല്ലി തകർക്കുവാനാരെയും അനുവദിക്കരുതെൻ്റെ പൊന്നു സഹോദരി. ലഹരിയിലലിഞ്ഞു തീരേണ്ടതല്ലീ ബാല്യം.